നമുക്കൊക്കെ പറ്റുന്നൊരു മിസ്റ്റേക്കാണ്. സ്നേഹം കൊണ്ട് ചെയ്യുന്നതായിരിക്കും, പക്ഷേ അതായത് നമ്മുടെ ഒപ്പമുള്ള ഒരാൾ ഭയങ്കരമായിട്ടൊരു ഡാർക്ക് മൂഡിലിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഭയങ്കര നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ, ഒരു ബ്രേക്കപ്പ്, റിലേഷൻഷിപ്പ് ഇഷ്യൂ, അതല്ലെങ്കിൽ ഒരു ബിസിനസ് ഫെയിലിയർ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെ സെറ്റാക്കാൻ നോക്കും. ഏർണസ്റ്റ് ഹെമിംഗ്വേ എന്ന് പറഞ്ഞൊരാൾ പറഞ്ഞിട്ടുണ്ട്, ഇൻ എ ഡാർക്കസ്റ്റ് മൊമെന്റ് വി ഡോണ്ട് നീഡ് അഡ്വൈസ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും പറ്റുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് പോയിട്ട് ഉപദേശിക്കും, അത് ശരിയാവും, അത് സെറ്റാക്കാം, നമ്മൾ അവിടെ അങ്ങനെ ചെയ്തൂലേ, അങ്ങനെ പറ്റിക്കപ്പെട്ടൂലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു എംപത്തറ്റിക് സിറ്റുവേഷനാണ് നമ്മൾ ട്രൈ ചെയ്യുക. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് പൊളിഞ്ഞു നിൽക്കുന്ന ഒരാൾക്ക്, അതായത് വെറുതെ സോഷ്യൽ മീഡിയ പ്രസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് മീലോൺ എന്ന് പറയുന്ന ആ സെറ്റപ്പല്ല, ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് ഇമേഴ്സ്ഡായിട്ട് നിൽക്കുന്ന ഒരു ഡീപ്പ്, അതായത് ഡാർക്കായിട്ടുള്ള ലെവലിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവരോട് നമ്മൾ സംസാരിക്കണം എന്നില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് നമ്മുടെ പ്രസൻസ് അവിടെ ഉണ്ടാക്കിയാൽ മതി. അത് ചിലപ്പോൾ ഒരു ജെൻ്റൽ ടച്ച് ആയിരിക്കാം, ചിലപ്പോൾ ഒരു ചേർത്ത് പിടിക്കലായിരിക്കാം, ഇത്രേ ആവശ്യമുള്ളൂ. കാരണം ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ പൊളിഞ്ഞിരിക്കുന്ന സമയത്ത്, അതായത് നമ്മൾ ഉള്ളിലാണല്ലോ നമ്മൾ പൊളിയുക, പുറത്തല്ലല്ലോ. മാനസികമായിട്ട് ഒരു മനുഷ്യൻ പൊളിഞ്ഞിരിക്കുന്ന സമയത്ത് എത്ര പീസിലാണ് അദ്ദേഹം പൊളിഞ്ഞിട്ടില്ലെന്നും എത്ര ഡീപ്പാണെന്നും നമുക്ക് ഒരിക്കലും ചിന്തിക്കാനുള്ള അല്ലെങ്കിൽ മെഷർ ചെയ്യാനുള്ള ഒരു പാരാമീറ്റർ നമ്മുടെ ലോകത്ത് ഇല്ലാത്തിടത്തോളം കാലം ശരിക്കും ആ മനുഷ്യന് എന്താ വേണ്ടത് നമുക്ക് അറിയില്ല. So let's join hands and say without saying that I'm there for you.